സ്ത്രീകളോട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോട്ടോസുകൾ എങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുന്ന ആ കുറച്ച് ഫോട്ടോസ്, അതായത് നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകൾ മാത്രം കാണുന്ന നിങ്ങളുടെ സ്റ്റാറ്റസ് നാളെ ഫേസ്ബുക്കിലെ ഏതെങ്കിലും ഒരു കമ്പിക്കഥ അല്ലെങ്കിൽ ആന്റി കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയുള്ള സ്ത്രീകളെ ലൈംഗികമായിട്ട് ഏറ്റവും മോശമായിട്ട് ചിത്രീകരിക്കുന്ന ചില പേജുകളിൽ ഫോട്ടോ ആയിട്ട് വന്നുകൊണ്ട് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ആരാണെന്ന് പോലും മനസ്സിലാകാതെ അനോണിമസ് ആയിട്ട് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്ത് പല ആളുകളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്? ഞാൻ ഈ താഴെ കാണിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ഒരു പ്രശസ്തമായിട്ടുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു യുവതിയുടെ മെസ്സേജ് ആണ്. അവരുടെ ജോലിയുടെ ആവശ്യമായിട്ട്, കമ്പനിയുടെ ആവശ്യമായിട്ട് ഒരുപാട് ആളുകളെ അവരുടെ കോൺടാക്ട് ലിസ്റ്റിൽ അവർ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെച്ചിരുന്ന അവരുടെ സാരി ഉടുത്തിരുന്ന ഒരു ഫോട്ടോ യാദൃശികമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട വേറൊരാള് ഫേസ്ബുക്കിന്റെ ഒരു ഗ്രൂപ്പിൽ കാണുകയും അത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർ ഈ ഒരു അപകടത്തിനെ മനസ്സിലാക്കുന്നത്. അവരുടെ വളരെ മാന്യമായ ആ ഒരു ഫോട്ടോ എടുത്തു വെച്ചുകൊണ്ട് വളരെ മോശമായ ക്യാപ്ഷനുകൾ ഇട്ടുകൊണ്ട് അതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ലൈംഗിക വൈകൃതങ്ങളെ തുപ്പിവെക്കാനായിട്ട് ആളുകളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചില അപരാധി മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഏകദേശം 3 മാസത്തോളമായിട്ട് കോട്ടയം ജില്ലയിലെ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരതിനകത്ത് 2 ഫോട്ടോ റിമൂവ് ആക്കുകയും ഇപ്പോഴും അതിലെ ഒരു ഫോട്ടോ ആ ഫേസ്ബുക്കിലൂടെ ആയിരങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ താഴത്തെ കമന്റില് ആ ചേച്ചി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ പോലീസ് മാമൻ ആ ചേച്ചിയോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ആ ഒരു ഫോട്ടോ അവിടെ കിടക്കട്ടെ, എങ്കിൽ മാത്രമേ നമുക്ക് തെളിവ് സഹിതം അവനെ പിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. സാറിന്റെ വീട്ടിലെ ആർക്കെങ്കിലുമാണ് ഈ ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ സാറ് പറയുമോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആ ഫോട്ടോ അവിടെ കിടന്നോട്ടെ എന്ന്? ആ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിനെ പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അവരെ കൊണ്ടുവന്ന് ഇതിനെതിരെ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഈ 2-3 മാസമായിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സൈബർ സെല്ലിനോട് എന്താണ് പറയാനുള്ളത്? ഞാനും ഒരു അനുഭവസ്ഥനാണ്. 4 മാസമായി ഞാനൊരു പരാതി നൽകിയിട്ട് എനിക്കൊരു റിപ്ലൈ പോലും ഇത്രയും നാളായിട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും നമ്മുടെ ആഭ്യന്തരമന്ത്രി മിസ്റ്റർ പിണറായി വിജയനും കൃത്യമായിട്ട് ശ്രമിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം വളരെ വലുതാണ്. അവർക്ക് മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ അല്ല, സ്വന്തം വാട്സപ്പിലെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാൻ പോലും സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കൃത്യമായ നടപടികൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു വിപത്തിന് തന്നെ കാരണമാകും.